നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സാമൂഹിക പ്രവർത്തകൻ ആരാണ് എന്ന് നോക്കാം. ഒരു സാമൂഹിക പ്രവർത്തകൻ അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അവ പരിഹരിക്കാൻ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവരുടെ പ്രവർത്തനം വ്യക്തി, കുടുംബം, സമൂഹം എന്നിവയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന് പറയുന്നത് സമൂഹത്തിലെ മനുഷ്യരുടെ ക്ഷേമത്തിനായി അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട സേവനങ്ങളും അവകാശങ്ങളും ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മുഖ്യ ലക്ഷ്യം എന്താണെന്ന് പരിശോധിക്കാം. വ്യക്തിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, പാവപ്പെട്ടവർക്കും രോഗികൾക്കും കുട്ടികൾക്കും വയോധകർക്കും സ്ത്രീകൾക്കും ദുർബല വിഭാഗങ്ങൾക്കുമുള്ള സഹായം ഉറപ്പാക്കുക, സമൂഹത്തിലെ അനീതി, അസമത്വം, വിവേചനം എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കുക എന്നതാണ്. സാമൂഹിക പ്രവർത്തകർ ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. NGO അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടങ്ങളിൽ ശമ്പളമുള്ള സാമൂഹിക സേവനം ആണ് ഒരു കൂട്ടർ നടത്തുന്നത്. വലിയ NGOകളിൽ ക്ഷേമ സംഘടനകളിൽ സ്ഥിരമായി ജോലി ചെയ്യുമ്പോൾ സ്ഥിരമായ ശമ്പളം ലഭിക്കുന്നു. സർക്കാർ പദ്ധതികൾ, ICDS, കുടുംബശ്രീ, സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, ചൈൽഡ് ലൈൻ, റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം തുടങ്ങിയ പദ്ധതികളിലുള്ള ജോലിയിലും ശമ്പളമുണ്ട്. അതുപോലെ അന്താരാഷ്ട്ര സംഘടനകളായ യുണിസെഫ്, WHO, റെഡ് ക്രോസ് തുടങ്ങിയവയിൽ ജോലി ചെയ്യുമ്പോഴും ശമ്പളം ലഭിക്കുന്നുണ്ട്. പ്രോജക്റ്റ് അടിസ്ഥാനത്തിലുള്ള പ്രതിഫലം കിട്ടുന്ന ചില സാമൂഹിക പ്രവർത്തകർ ആണ് പ്രോജക്റ്റ് കോർഡിനേറ്റർ, ഫീൽഡ് ഓഫീസർ പോലെ സംസ്ഥാനങ്ങളിൽ 6 മുതൽ 1 വർഷം വരെ കാലാവധിയുള്ള പദ്ധതികളിൽ ജോലി ചെയ്തും അവർ പ്രതിഫലം നേടുന്നു. ഫണ്ടിംഗ് ഏജൻസികൾ CSR ഫണ്ട്സ്, ഫോറിൻ എയ്ഡ്സ് നൽകുന്ന സ്ഥലങ്ങളിൽ നിന്നും അവരുടെ സ്ഥിരം ഉള്ള ചിലവുകൾ അവർ നിറവേറ്റുന്നു. സ്വതന്ത്ര അല്ലെങ്കിൽ ഫ്രീലാൻസ് സാമൂഹ്യ പ്രവർത്തകരായവർക്കും ശമ്പളം ലഭിക്കുന്ന ഒരു കാര്യം കിട്ടുന്നില്ല. അവർ ഫണ്ട് റൈസിങ്, ജനങ്ങളിൽ നിന്നും സഹായം സമാഹരിക്കൽ, ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോംസ്, കോർപ്പറേറ്റ് CSR സപ്പോർട്ട് എന്നിവ ഉപയോഗിച്ച് അവർക്ക് ജീവിക്കാനും പദ്ധതികൾ നടത്താനുമുള്ള ഫണ്ട് കണ്ടെത്തുന്നു. ചിലർ സ്വന്തം സൈഡ് ഇൻകം, അധ്യാപനം, പരിശീലനം, കൺസൾട്ടിങ്, ചെറിയ ബിസിനസ് എന്നിവ ഉപയോഗിച്ച് പ്രവർത്തനം തുടരുന്നു. ധനസഹായ പദ്ധതികൾ, സർക്കാരിൻ്റെ പദ്ധതികൾ, ചില NGOകൾ സാമൂഹ്യ സേവനത്തിന് മന്ത്ലി ഓണറേറിയം നൽകുന്നു. ഗ്രാമസഭ അല്ലെങ്കിൽ നഗരസഭ എന്നിവിടങ്ങളിൽ ചിലപ്പോഴൊക്കെ സാമൂഹിക സേവനം ചെയ്യുന്നവർക്കും ചെറിയ ധനസഹായം അനുവദിക്കുന്നു. സ്വമേധയാ വോളണ്ടറി വർക്ക് ചെയ്യുന്ന സാമൂഹിക പ്രവർത്തകരുമുണ്ട്. 100% സ്വയം ചിലവഴിച്ച് പ്രവർത്തിക്കുന്നവരും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളത് ഓർക്കേണ്ടതാണ്. ഇവർ സാധാരണയായി മറ്റൊരു പ്രധാന ജോലി ചെയ്യുന്നവരും അതിൽ നിന്ന് വരുമാനമാർഗം പുലർത്തി സ്പെയർ ടൈമിൽ സേവനം ചെയ്യുന്നവരുമാണ്. അങ്ങനെ ജീവിത ചെലവിനു വേണ്ടി സാമൂഹിക പ്രവർത്തകർക്ക് സ്ഥിരം ശമ്പളം ലഭിക്കുന്ന ജോലികൾ, പ്രോജക്റ്റ് അടിസ്ഥാനത്തിലുള്ള പ്രതിഫലം, CSR ഡൊണേഷൻ സഹായം, ഇല്ലെങ്കിൽ സ്വന്തം വരുമാനം ഉപയോഗിക്കൽ തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗങ്ങൾ. സാമൂഹ്യ പ്രവർത്തകൻ്റെ പ്രധാന ജോലികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാവപ്പെട്ടവർക്കുള്ള വിദ്യാഭ്യാസം, ആരോഗ്യ പരിചരണം, ഭക്ഷണം, വാസസ്ഥലം തുടങ്ങി സാമൂഹിക സേവനം സഹായവും നൽകുന്നു. സ്ത്രീകളുടെ അവകാശം, കുട്ടികളുടെ സംരക്ഷണം, മദ്യവിരുദ്ധ പ്രവർത്തനം തുടങ്ങിയ വിഷയങ്ങളിൽ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നു. കുടുംബ പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ, ദുരന്ത സമയങ്ങളിലെ സഹായം ചെയ്യൽ ഇവയെല്ലാം ഇവരുടെ ജോലികളിൽ ഉൾപ്പെടുന്നു. സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തിൽ പദ്ധതികളിൽ അവർ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും മുന്നോട്ട് വരുന്നു. ഒരു വയോധികനെ സർക്കാർ സഹായ പദ്ധതിയിൽ ചേർക്കാൻ സഹായിക്കുന്ന വ്യക്തി, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്ന NGO അംഗം, പാലിയേറ്റീവ് കെയർ ചെയ്യുന്നവർ, മദ്യവിരുദ്ധ പ്രവർത്തകർ, ഇവർ എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് പറയാം. ചുരുക്കത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ സമൂഹത്തിലെ ദുർബലരെയും പിന്നോക്കരെയും ഉയർത്തിപ്പിടിച്ച് അവർക്ക് നല്ലൊരു ജീവിതം നൽകാൻ ശ്രമിക്കുന്ന സേവന മനോഭാവമുള്ളൊരു വ്യക്തിയാണെന്ന് പറയാം. സാമൂഹ്യ പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകനാണോ? സാമൂഹ്യ പ്രവർത്തകൻ സോഷ്യൽ വർക്കറാണ്, എന്നാൽ രാഷ്ട്രീയ പ്രവർത്തകൻ പൊളിറ്റിക്കൽ വർക്കാണ് ചെയ്യുന്നത്. സാമൂഹിക പ്രവർത്തകൻ്റെ ലക്ഷ്യം സമൂഹത്തിലെ ആളുകളുടെ ക്ഷേമം, അവകാശ സംരക്ഷണം, മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്തൽ എന്നിവയാണ്. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയം, ശക്തി, അധികാരം വളർത്തൽ, പ്രവർത്തന രംഗം, വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ എന്നിവ ചെയ്യുന്നു. ആരോഗ്യ സംരക്ഷണം, പരിസ്ഥിതി, സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം, മദ്യവിരുദ്ധ പ്രവർത്തനം, പാലിയേറ്റീവ് കെയർ, സേവന മനോഭാവം, മാനുഷികത ഇവയൊക്കെ സാമൂഹ്യ പ്രവർത്തകൻ ചെയ്യുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണം, പാർട്ടി വികസനം,
നിയമസഭ ലോകസഭയിൽ പ്രതിനിധാനം ചെയ്യുന്നതിനുള്ള അംഗത്വം കിട്ടൽ ഇവയൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രവർത്തനം. പാർട്ടി ചിന്താഗതി പാർട്ടി തീരുമാനങ്ങളുടെ ഫലം നേരിട്ട് ജനങ്ങൾക്ക് സേവനവും ആശ്വാസവും ജനങ്ങളുടെ പിന്തുണയും നേടുന്നതിന് സഹായിക്കുന്നു. എന്നാൽ അധികാരം നേടൽ സ്വഭാവം പലപ്പോഴും പാർട്ടിയേതരവും രാഷ്ട്രീയേതരവും ആയിരിക്കും. എല്ലായ്പ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അവർ. ചുരുക്കത്തിൽ സാമൂഹിക പ്രവർത്തകൻ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കുന്ന സേവന മനോഭാവമുള്ള വ്യക്തിയാണ്. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തകൻ പാർട്ടിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുപോയി അധികാരം നേടാൻ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാം. ഒരു സാമൂഹിക പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം? കരുണയും സഹാനുഭൂതിയും ഉള്ളവനായിരിക്കണം. മറ്റുള്ളവരുടെ വേദന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന മനസ്സിൻ്റെ ഒരു ഉടമയും കൂടി ആവണം. സത്യസന്ധത കൈമുതലായിട്ട് വേണം അവർ പ്രവർത്തിക്കാൻ. സ്വന്തം പ്രവർത്തനങ്ങളിൽ വഞ്ചനയില്ലാതെ വ്യക്തതയോട് പെരുമാറണം. സമൂഹനീതിയിലുള്ള വിശ്വാസം കാണിക്കണം. ജാതി, മതം, വർഗം, ലിംഗം, സാമ്പത്തിക സ്ഥിതി എന്നിവയുടെ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ അവകാശം നൽകുന്ന മനോഭാവം ഉണ്ടാകണം. ഗ്രാമമേഖലകളിലും ദുരിത മേഖലകളിലും എത്തി നേരിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണം. പ്രായോഗിക പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള കഴിവുണ്ടായിരിക്കണം. പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചാൽ അവയ്ക്കുള്ള ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരം രൂപപ്പെടുത്തണം. നേതൃത്വവും സംഘാടന ശേഷിയും അത്യാവശ്യമാണ്. സഹായ സംഘങ്ങളെ നയിക്കാനും പ്രവർത്തനം ക്രമീകരിക്കാനും അദ്ദേഹത്തിന് കഴിവ് വേണം. നിരന്തരം പഠിക്കുന്ന മനോഭാവം ഉണ്ടാകണം. ബുദ്ധിമുട്ടുകളും ഭീഷണിയും നേരിടുമ്പോൾ പിന്മാറാതെ ധൈര്യത്തോടെ പ്രവർത്തിക്കണം. സ്വാർത്ഥത രഹിതമായ മനസ്സുണ്ടാകണം. സ്വന്തം നേട്ടത്തിനല്ല, സമൂഹത്തിൻ്റെ ഭാവിക്കാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാകണം. ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഒരു സാമൂഹിക പ്രവർത്തകൻ ആരാണ് എന്ന് എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി ഞാനിവിടെ നിങ്ങളോട് പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെയും നന്ദി, നമസ്കാരം.